പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 16 ഞായറാഴ്ച. വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ എത്രമാത്രം സേവിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്, അതോ നാം മറ്റുള്ളവരെ എത്രമാത്രം സേവിക്കണം എന്നാണ് ചിന്തിക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം പലപ്പോഴും പറയാറുണ്ട്, എന്നെ പരിഗണിക്കണം, എന്നെ ബഹുമാനിക്കണം, എൻ്റെ അഭിപ്രായം കേൾക്കണം, എൻ്റെ സ്ഥാനം അംഗീകരിക്കണം. പക്ഷെ യേശു നമ്മോട് ചോദിക്കുന്നത് അതിലും ആഴമുള്ള ഒരു ചോദ്യമാണ്. നീ മറ്റുള്ളവരിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നല്ല, നീ മറ്റുള്ളവർക്കായി എന്താകാൻ തയ്യാറാണ്. ഇന്നത്തെ വചനത്തിൽ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു കാര്യം ചോദിക്കുന്നു: നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുവൻ നിന്റെ വലത്തും മറ്റൊരുവൻ ഇടത്തും ഇരിക്കണമേ. നാം ശ്രദ്ധിക്കണം, അവർ യേശുവിനെ പിന്തുടരുന്നവരാ, അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരാ, അവൻ്റെ ഉപദേശങ്ങൾ കേട്ടവരാ. എന്നിട്ടും അവരുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, സ്ഥാനം. ഞങ്ങൾ എവിടെ ഇരിക്കും? ഞങ്ങളുടെ സ്ഥാനം എന്തായിരിക്കും? മറ്റുള്ളവരെക്കാൾ ഞങ്ങൾക്ക് എന്ത് പ്രത്യേകത ലഭിക്കും? അപ്പോൾ യേശു ഒരു അതിശയകരമായ സത്യം പറയുന്നു: നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനായിരിക്കണം. ദൈവരാജ്യത്തിൽ മഹത്വത്തിൻ്റെ വഴി ഉയരത്തിലേക്കല്ല, സേവനത്തിലേക്കാണ്. ലോകം പറയുന്നു വലിയവനാകണമെങ്കിൽ മറ്റുള്ളവരുടെ മുകളിൽ കയറണം. യേശു പറയുന്നു വലിയവനാകണമെങ്കിൽ മറ്റുള്ളവരുടെ താഴെ നിൽക്കാൻ പഠിക്കണം എന്ന്. ലോകത്തിൻ്റെ അളവുകോൽ അധികാരം, യേശുവിൻ്റെ അളവുകോൽ സേവനം. ലോകം ചോദിക്കും എത്ര പേർ നിന്നെ ബഹുമാനിക്കും? യേശു ചോദിക്കും എത്ര പേരെ നീ സ്നേഹത്തോടെ സേവിച്ചു? ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. യേശു വെറുതെ പഠിപ്പിച്ചതല്ല, അവൻ തൻ്റെ ജീവിതത്തിൽ ഇത് കാണിച്ച് തന്നു, തൻ്റെ ജീവിതത്തിലൂടെ. ഇതിൻ്റെ ഏറ്റവും വലിയ ബൈബിൾ ഇല്ലസ്ട്രേഷൻ യേശു തമ്പുരാനാണ്. 45-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നിരിക്കുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് എവിടെ ഇരിക്കാം? യേശു പറഞ്ഞു, ഞാൻ എവിടെ നിൽക്കണം എന്നതിൻ്റെ ഉത്തരം സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു. അവർ സിംഹാസനം അന്വേഷിച്ചു, യേശു കുരിശ് സ്വീകരിച്ചു. അവർ ബഹുമതി അന്വേഷിച്ചു, യേശു സ്വയം സമർപ്പിച്ചു. അവർ സേവിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു, യേശു സേവകനായി. അതുകൊണ്ട് ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ ഹൃദയം അധികാരമല്ല, ആത്മസമർപ്പണമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാം. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വരും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, എനിക്ക് അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നില്ല, എല്ലാം ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. യേശു നമ്മോട് പറയുന്നു, ആദ്യം നീ ചോദിക്കേണ്ടത് എനിക്കെന്ത് കിട്ടുമെന്നല്ല, എനിക്കാരെ സേവിക്കാം എന്നതാണ്. നമ്മുടെ ഹൃദയത്തോടൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്: എനിക്ക് ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ സേവകനാണോ, അതോ മറ്റുള്ളവർ എന്നെ സേവിക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണോ ഞാൻ? ഒന്ന് നിശബ്ദമായി ചിന്തിക്കൂ. വീട്ടിൽ ആരെങ്കിലും നിങ്ങളിന്ന് സ്നേഹവും സഹായവും പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ള ഒരാൾക്ക് ഇന്ന് നിങ്ങളുടെ സമയം, ശ്രദ്ധ, കരുണ, ഇതിലേതെങ്കിലും ഒന്ന് ആവശ്യമുണ്ട്. നമ്മുടെ തീരുമാനം ഇതായിരിക്കട്ടെ: എന്നെ എത്ര പേർ സേവിക്കും എന്ന് ഞാൻ നോക്കുകയില്ല, ഇന്ന് ഞാൻ ആരെയെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ സേവിക്കും എന്നതാകട്ടെ. ക്രിസ്തുവിൻ്റെ വഴിയിൽ ഉയരുന്നത് മറ്റുള്ളവരുടെ മുകളിൽ കയറുന്നതിലൂടെയല്ല, മറ്റുള്ളവരുടെ താഴെ കുനിഞ്ഞ് അവരെ സേവിക്കുന്നതിലൂടെയാണ്. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, മറ്റുള്ളവരുടെ ബഹുമാനവും പരിഗണനയും അന്വേഷിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. യേശുവിനെ പോലെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ, സ്വയം സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്കും നിന്റെ മഹത്വത്തിനുമായി തീരുവാൻ ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.